ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം BBAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ തേർഡ് ചാപ്റ്റർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയറി മാത്രം കേട്ടോ, പ്രോബ്ലം ഇല്ല, തിയറി മാത്രം. എനിവേ ചാപ്റ്റർ 3 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ ചാപ്റ്ററിൽ നമ്മൾ തിയറിയും പ്രോബ്ലവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ നമുക്ക് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. എനിവേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയുന്നതിന് മുന്നേ ആദ്യം എന്താണ് ക്യാപിറ്റൽ, എന്താണ് ഷെയർസ്, എന്താണ് ഷെയർ ക്യാപിറ്റൽ, അങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്ക് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ക്യാപിറ്റൽ എന്ന് നോക്കാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് മാന് അവരുടെ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കാരണം ഒരു ബിസിനസ് ഡേ ടു ഡേ റൺ ചെയ്യാൻ ഓഫ് കോഴ്സ് നമുക്ക് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ അവരുടെ ബിസിനസ് മാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് അതിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഷെയർ. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റലിനെ നമ്മൾ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? ഷെയർ എന്ന് പറയുന്നത്. അതായത് ഓരോ പാർട്സിനും സെയിം വാല്യൂ, അതിനാണ് ഷെയർ എന്ന് പറയുന്നത്. ഇനി ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 10,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ ഈ 10,000 എൻ്റെ കമ്പനിയിൽ 10,000 ഷെയർസ്. ഈ 10,000 ഷെയർസ് ഞാൻ എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 5,000 ഷെയർസ്, ബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് 3,000 ഷെയർസ്, സി എന്ന് പറഞ്ഞ വ്യക്തിക്ക് 2,000 ഷെയർസ്, അങ്ങനെയാണ് അത് അവർക്ക് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ എയുടെ കയ്യിൽ മൊത്തം വരുന്ന ഷെയർസാണ് ഇത്ര 5,000 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5,000 രൂപേനെ, അതായത് ഒരാൾ കൈവശം വെച്ചിട്ടുള്ള ഷെയർസിൻ്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നതാണ് ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഓരോ ഷെയർസും കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുക ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഷെയർ ഹോൾഡർ എ ഒരു ഷെയർ ഹോൾഡറാണ്, ബി ഒരു ഷെയർ ഹോൾഡറാണ്, സി ഒരു ഷെയർ ഹോൾഡറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൽ പറയുന്നത്. നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലോട്ട് വരാം. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫണ്ട് റേസ് ചെയ്യുന്നത് ആരായിരിക്കും? അതായത് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ബിസിനസ് മാൻ ആയിരിക്കും. അത് ഓക്കെ. അപ്പോൾ ഈ ക്യാപിറ്റൽ മാത്രം മതിയാകില്ല മേ ബി ആ ബിസിനസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. അപ്പോൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ കമ്പനിയിൽ അവരുടെ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ് എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ എൻ്റെ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ ഞാൻ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. അപ്പോൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ അവരുടെ ക്യാഷ് എന്ത് ചെയ്തു? അവരുടെ ക്യാഷ് എൻ്റെ കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവർക്കൊരു റേറ്റ് ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റ് ഞാൻ അവർക്ക് പേ ചെയ്യണം. അതിനാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് അവർ എനിക്ക് തരുന്ന ക്യാപിറ്റലാണ്. അപ്പോൾ ആ ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ്, അതിനാണ് എന്ത് പറയുന്നത്? ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റിഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. അതായത് ഫണ്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി റേറ്റ് ഓഫ് എ ഫേം പേസ് ടു ഇറ്റ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദി യൂസ് ഓഫ് ദെയർ മണി. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഫേം പേ ചെയ്യുന്നതാണ് ഇൻവെസ്റ്റേഴ്സിന്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ മണി നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് പേ ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് എല്ലാവരും പഠിച്ചിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു സൊളോമൻ എസ്രയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. സൊളോമൻ എസ്ര ഹാസ് ഡിഫൈൻഡ് ഇറ്റ് ആസ് ദി മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ദി കട്ട് ഓഫ് റേറ്റ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതിനാണെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ കട്ട് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാലും മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് സെയിം മീനിങ് ആണ്. അതാണ് അത് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷനും ഈ ഒരു മീനിങ്ങും പഠിച്ച് വെക്കുക കേട്ടോ, മേ ബി ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇത് നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി ഡിഫൈൻഡ് ബോത്ത് ഫ്രം ദി ഫേംസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഫ്രം എ ഫേംസ് പോയിന്റ് ഓഫ് വ്യൂ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് എ ഫേം റേസസ് ക്യാപിറ്റൽ ടു ഇൻവെസ്റ്റ് വേരിയസ് പ്രൊജക്റ്റ്. അതായത് ഡിഫറെൻറ്റ് പ്രൊജക്റ്റിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫേം അടയ്ക്കേണ്ട എമൗണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഫ്രം ദി ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ഫ്രം ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദം ഇൻ ദി ഫേം. അതായത് ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ, ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഓഫ് വ്യൂ പഠിച്ച് വെക്കുക കേട്ടോ, അതായത് ഫേംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്. ഇതെന്തല്ല, ഒരു കോസ്റ്റ് അല്ല. ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ഓൺ ദി പ്രൊജക്റ്റ്. അതായത് പ്രൊജക്റ്റിൻ്റെ ആവശ്യമായിട്ട് വരുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ത് പറയുന്നത്? ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വയർസ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർസ്. അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേം റിക്വയർ ചെയ്യുന്ന ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, അതിനാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
പിന്നെ ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. അതായത് നമ്മുടെ ഈ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റേഴ്സ് ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് എന്ത് പറയുന്നത്, ഈ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. കാരണം ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും എന്ന് പറയുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എമൗണ്ട്. ഓഫ് കോഴ്സ് അതൊരു റിസ്ക്കാണ്. കാരണം അവർക്ക് ഈ ഒരു ഫേം പൊട്ടിപ്പാളീസാവോ അതോ സക്സസ് ആവുമോ എന്നൊന്നും അറിയില്ലല്ലോ. എന്നിട്ടും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ബിസിനസ് റിസ്ക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക്കും വരുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 elements: റിസ്ക്ലെസ് കോസ്റ്റ് ഓഫ് ദി പെർട്ടിക്കുലർ സോഴ്സ്, ബിസിനസ് റിസ്ക് പ്രീമിയം ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയം. ഇതിൽ വരുന്ന 3 elements ആണ് എന്തൊക്കെയാണ്? റിസ്ക്ലെസ് കോസ്റ്റ് ഓഫ് ദി പെർട്ടിക്കുലർ സോഴ്സ്, ബിസിനസ് റിസ്ക് പ്രീമിയം ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ദി കോസ്റ്റ് ക്യാൻ ബി ഏതർ എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. അതായത് കോസ്റ്റ് മേ ബി എന്തായിരിക്കും, ഒന്നൊക്കെ എക്സ്പ്ലിസിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിരിക്കാം. ദ ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് ചേഞ്ച്. അതായത് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താവുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ആൻഡ് ആഫ്റ്റർ ടാക്സ് ബേസിസ്. അതായത് ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആഫ്റ്റർ ടാക്സ് ബേസിസിലാണ്. ദ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക് ആർ അൺഅഫക്റ്റഡ് ബൈ ദി അക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ ഫിനാൻസിങ്ങും അക്സെപ്റ്റൻസിനും ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, അൺഅഫക്റ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക്. ഓക്കെ. അസംഷൻസും പഠിച്ച് വെക്കുക കേട്ടോ. കാരണം ഈ അസംഷൻസും ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഫീച്ചേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, 5 മാർക്സിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ എന്താണ് ഇത് യൂസ്ഫുൾ ആണ്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻസ്. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻസിൽ ഇതെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഓഫ് വാരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ്. അതായത് ഒരുപാട് പ്രൊജക്റ്റൊക്കെ വരും, ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോ പ്രൊജക്റ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ഉള്ള ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി യൂസ്ഫുൾ ഫാക്ടർ ഇൻ ഡിസൈനിങ് ദ ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ദ മെത്തേഡ് ഓഫ് ഫിനാൻസ്. എ കമ്പനി യൂഷ്വലി പ്രിഫേഴ്സ് എ മെത്തേഡ് ടു ഫിനാൻസ് വിച്ച് ബിയേഴ്സ് ദി ലീസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മളൊരു മെത്തേഡ് ഓഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, അതൊക്കെയാണ് അവിടെ ഈ മെത്തേഡ് ഓഫ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മെത്തേഡ് ഏതാണോ അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി യൂസ് ടു ഇവാലുവേറ്റ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. അതെന്താ മീൻസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു, നമ്മൾ അവരിൽ നിന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, ഇയർലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് നമ്മൾ ഡിവിഡൻറ്റ്, അവർക്കൊരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ യൂസ്ഫുൾ ആയിട്ടാണോ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യൂസ്ഫുൾ ഇൻ വാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് അവർക്ക് കൃത്യമായിട്ട് റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു മാനേജ്മെൻറ്റ് ആയിരിക്കണം. അപ്പോൾ ആ മാനേജ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻസ് പ്രൊജക്റ്റ്. അതായത് ഇറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് കമ്പാരിസൺ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിത്ത് മാർജിനൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ദ ഡിസിഷൻ ടേക്കൺ വെദർ ടു അക്സെപ്റ്റ് റിജക്ട്സ് ദി എക്സ്പാൻഷൻസ് പ്രൊജക്റ്റ്. അതായത് ഓരോ പ്രൊജക്റ്റിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇറ്റ് എനാബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു മൊബിലൈസ് ഇറ്റ്സ് ഫണ്ട് ഫ്രം നോൺ പ്രോഫിറ്റബിൾ ടു പ്രോഫിറ്റബിൾ ഏരിയാസ്. റിസോഴ്സസ് മൊബിലൈസേഷൻ ഹെൽപ്സ് ഇൻ റിഡ്യൂസിങ് റിസ്ക് ഫാക്ടേഴ്സ്. അതായത് നമ്മൾ ഈ റിസോഴ്സ് അല്ലെങ്കിൽ ഫണ്ട് ഉണ്ടല്ലോ, ഈ റിസോഴ്സ് അല്ലെങ്കിൽ ഫണ്ട് പ്രോഫിറ്റബിൾ ഏരിയയിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് അത് പ്രോഫിറ്റബിൾ ഏരിയയിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോൺ പ്രോഫിറ്റബിൾ ഏരിയ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസോഴ്സസ് മൊബിലൈസേഷൻ ഹെൽപ്സ് ഇൻ റിഡ്യൂസിങ് റിസ്ക് ഫാക്ടേഴ്സ്. അതായത് പ്രോഫിറ്റബിൾ ഏരിയയിൽ യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ എന്തായിരിക്കും, റിസ്ക് കുറവായിരിക്കും. അപ്പോൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതർ യൂസസ്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെനി ഏരിയാസ് ഡിസിഷൻ മേക്കിംഗ് സച്ച് ആസ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അതായത് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഏരിയ ആണ്, അത് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് കൊടുക്കുന്ന സ്ഥലത്ത്, റീറ്റെയിൻഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലൊക്കെ
ഇത് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എക്സാമിന് വരാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 4 ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്, പിന്നെ സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കമ്പോസിറ്റ് കോസ്റ്റ്, പിന്നെ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്, പിന്നെ നെക്സ്റ്റ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് refers to the cost which has already been incurred for financing project is calculated on the basis of past data. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറയുമ്പോൾ എന്താണ്? അത് ഫിനാൻസിങ് പ്രൊജക്റ്റിൽ, അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ ഫിനാൻസിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് പാസ്റ്റ് ഡാറ്റയുടെ ബേസിൽ ഓരോ പ്രൊജക്റ്റിലും അത് ഓൾറെഡി ചാർജ് ചെയ്തിട്ടുണ്ട്, അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. പിന്നെ ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കോസ്റ്റ് റിഫേഴ്സ് ടു ദി എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ടു ബി റേസ്ഡ് ഫോർ ഫിനാൻസിങ് എ പ്രൊജക്റ്റ്. അതായത് ഒരു പ്രൊജക്റ്റ് നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നടക്കാനുണ്ടാകുമ്പോൾ ആ പ്രൊജക്റ്റിന് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ആ പ്രൊജക്റ്റ് നടക്കുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റിന് ഇത്ര ചിലവ് വരും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്, ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. സ്പെസിഫിക് കോസ്റ്റ് റിഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് എ സ്പെസിഫിക് കോസ്റ്റ് സോഴ്സ് ഓഫ് എ ക്യാപിറ്റൽ സച്ച് ആസ് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര. അതായത് നമ്മൾ പറഞ്ഞു, ഈ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നായിരിക്കും. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, അങ്ങനെ ഡിബഞ്ചേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നായിരിക്കും നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പം ഓരോ സോഴ്സിനും എത്ര കോസ്റ്റാണ് വരുന്നത്, അതായത് ഇക്വിറ്റി ഷെയർസിന് എത്രയാണ് വരുന്നത്, പ്രിഫറൻസ് ഷെയർസിന് എത്രയാണ് വരുന്നത്, ഡിബഞ്ചേഴ്സിന് എത്രയാണ് വരുന്നത്, അങ്ങനെ ഓരോ സോഴ്സിനും എത്ര കോസ്റ്റാണ് വരുന്നതിന് സ്പെസിഫിക് ആയിട്ട് ഇതാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കമ്പോസിറ്റ് കോസ്റ്റ്. കമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദി കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വാരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. അതായത് എല്ലാ സോഴ്സിൻ്റെയും ടോട്ടൽ കോസ്റ്റ്, അതിനാണ് എന്ത് പറയുന്നത്, കോമ്പോസിറ്റ് കോസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മൊത്തം സോഴ്സിൻ്റെയും കോസ്റ്റ്, അതായത് പ്രിഫറൻസ് ഷെയർസിൻ്റെയും ഇക്വിറ്റി ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും ഒക്കെ മൊത്തം വരുന്ന കോസ്റ്റ്. നെക്സ്റ്റ് പറയുന്നതാണ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് capital and weight assigned to them in the ratio of their ഷെയർ ടു ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട്സ്. അതായത് ഓരോ സോഴ്സിനും ഒരു റേഷ്യോയുടെ ബേസിൽ അവർക്ക് ഒരു വെയിറ്റ് അസൈൻ ചെയ്തിട്ട് കൊടുക്കും. എന്നിട്ട് ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട് ഇതാക്കുന്നതിന് പകരം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്, ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് ഒബ്റ്റൈനിങ് ആൻഡ് എക്സ്ട്രാ റുപ്പീസ് ഫണ്ട് ഓഫ് ഫിനാൻസ്. അതായത് അഡീഷണൽ യൂണിറ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എത്ര കോസ്റ്റാണ് വരുന്നത്, അതുമായിട്ട് വരുന്നതാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദി ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഇക്വേറ്റ്സ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് വിത്ത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ദിസ് ഈസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് എ ഫേം പേസ് ഫോർ പ്രൊഡ്യൂസിങ് ദി ഫേം. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിനെ ഡിസ്കൗണ്ട് റേറ്റിൽ ഇക്വേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദി റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ക്യാൻ ബി ഏൺഡ് ബൈ ഇൻവെസ്റ്റിംഗ് ദം ഫണ്ട്സ് ഇൻ അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മളിപ്പോൾ ഞാനൊരു എന്തിൻ്റെ ഒരു ഷെയർ ഹോൾഡറായി, അതായത് ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് എൻ്റെ ഒരു ചാൻസ് മാത്രമാണ്. എനിക്ക് വേണേൽ ആ എമൗണ്ട് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് വാങ്ങിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെയാണെന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാവരും പഠിക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാവരും നോക്കുക. ഇനി നമുക്ക് പറയുന്നത് പ്രോബ്ലം ആണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.